കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വൂൾവറിൻ്റെ പല വേർഷൻസ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ വന്നിട്ടുള്ള വൂൾവറിൻ്റെ പല വേർഷൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ബാക്കിയുള്ള മെയിനായിട്ടുള്ള ക്യാമിയോസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു വീഡിയോ ആണിത്. പിന്നെ വേറെ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ്, അതായത് നമ്മുടെ ക്രിസ് ഇവാൻസ് നമ്മുടെ ജോണി സ്റ്റോം എങ്ങനെ ആ വേർഡിലെത്തിയെന്ന്. ആക്ച്വലി ഇത് നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിലൊക്കെ കണ്ടിട്ടുള്ള ആ സെയിം വെർഷൻ ഓഫ് ജോണി സ്റ്റോം ആണ്. ചിലപ്പോൾ നമ്മുടെ റീഡ് റിച്ചർഡ്സ് എങ്ങാനും വല്ല ടൈം മെഷീൻ എങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പുള്ളിക്ക് എന്തായാലും അത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അത് നമ്മുടെ ജോണി സ്റ്റോം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ച് അവസാനം അത് ടി വിയെ കണ്ടുപിടിച്ച് അങ്ങനെ പുള്ളി ഈ വേർഡിലൊക്കെ എത്തിയതായിരിക്കണം. ഇനി നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിൽ തന്നെ കണ്ടിട്ടുള്ള ആ സെയിം വെർഷൻ ഓഫ് ജോണി സ്റ്റോം ആവാനും ചാൻസ് ഇല്ല. ചിലപ്പോൾ മൾട്ടിവേഴ്സിലുള്ള വേറെ ഏതെങ്കിലും ജോണി സ്റ്റോം ആയെന്നും വരാം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി ക്യാമിയോസിലേക്ക് പോവാം. ഇതിൽ ഞാൻ കുറേയൊന്നും പറയുന്നില്ല, ജസ്റ്റ് മെയിനായിട്ടുള്ള ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ മെയിനായിട്ട് എടുത്തു വരേണ്ടതാണ് നമ്മുടെ വെസ്ലി സ്നൈപ്സിൻ്റെ ബ്ലേഡ് ക്യാരക്ടർ. ഇനി ഈ ബ്ലേഡ് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് ഹാഫ് ഹ്യൂമനും ഹാഫ് വാമ്പയറും ആയിട്ടുള്ള ഒരു വാമ്പയർ ഹണ്ടറാണ് ഈ ബ്ലേഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. നമ്മളെ ബ്ലേഡ് വയറ്റിലുള്ളപ്പോൾ പുള്ളിയുടെ മാതാശ്രീനെ ഒരു വാമ്പയർ കടിച്ചതിന് ശേഷമാണ് ഈ ജനിക്കുന്ന കൊച്ച് ഒരു പകുതി വാമ്പയറായി മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്ലേഡ് ഉണ്ടാകുന്നത്. 1998 ഇറങ്ങിയ ഈ ബ്ലേഡ് ട്രയോളജി തന്നെയാണ് നമ്മുടെ റയൻ റൊണാൾഡ്സ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മാർവൽ ക്യാരക്ടർ ഉള്ളത്. അടുത്ത ക്യാരക്ടറാണ് എലക്ട്ര. ആക്ച്വലി നമ്മുടെ ബെൻ അഫ്ലെക്കിനെ വെച്ചിട്ട് ഒരു ഡെയർ ഡെവിളിൻ്റെ മൂവി ഇറങ്ങിയായിരുന്നു. ആ ഡെയർ ഡെവിൾ മൂവിയിലാണ് ഫസ്റ്റ് ഈ എലക്ട്ര ക്യാരക്ടർ വരുന്നത്. ആക്ച്വലി ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ഡെയർ ഡെവിൾ തിരിച്ചു വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ആ പടത്തിൽ വന്നിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. പിന്നെ അടുത്ത ക്യാരക്ടറാണ് ഗാംബിറ്റ്. ഈ ഗാംബിറ്റിനെ ഓൾറെഡി നമ്മൾ കോമിക്സിലും പിന്നെ ആനിമേഷൻ ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ലൈവ് ആക്ഷനിൽ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല. പുള്ളി മെയിൻലി യൂസ് ചെയ്യുന്നത് ആ കാർഡ്സ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പുള്ളിയുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത് തന്നെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ട് ഓരോ തിങ്സിൽ യൂസ് ചെയ്തിട്ട് അത് എക്സ്പ്ലോഡ് ആക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പുള്ളി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആ കാർഡ്സ് ആണെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ക്യാരക്ടറാണ് X-23. നമ്മുടെ ലോഗൻ പടത്തിൽ കണ്ടിട്ടുള്ള ലോഗൻ്റെ കൊച്ചായിട്ടുള്ള X-23 ലോറ. ആ പുള്ളിക്കാരത്തി ഇതിലുണ്ടെന്ന് ഓൾറെഡി നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇവരാണ് ഇപ്പോൾ ആ റെസിസ്റ്റൻസ് ടീമായിട്ട് ആ വോർഡിലുള്ളത്. ആ ടീമിലുള്ള ഓൾറെഡി ഒരാളായിരുന്നു നമ്മുടെ കസാൻഡ്ര നോവ കൊന്നിട്ടുണ്ടായിരുന്ന ഹ്യൂമൻ ടോർച്ച് ജോണി സ്റ്റോം. ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഇതിന് മുമ്പ് ഇറങ്ങിയ മാറൽ പടങ്ങളിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ റെസിസ്റ്റൻസ് ടീമിലുണ്ടായിരുന്നെന്ന് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ടീമിലുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കസാൻഡ്ര കൊന്നു കളഞ്ഞെന്നും പറയുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ആ റെസിസ്റ്റൻസ് ടീമിലുള്ള ഒരാളായിരിക്കണോ ആൻറ്റിമാനോ. അങ്ങനെ ആ ആൻറ്റിമാൻ ജൈൻ്റായിട്ട് കസാൻഡ്ര നോവനെ കൊല്ലാൻ വന്നിട്ട് അങ്ങനെ പുള്ളിക്കാരത്തി അതിനെ കൊന്നിട്ടായിരിക്കണം നമ്മുടെ ആ ആൻറ്റിമാൻ്റെ ബോഡി ഇപ്പോൾ ഒരു കാസലായിട്ട് പുള്ളിക്കാരത്തി യൂസ് ചെയ്യുന്നത്. ഇതൊന്നും പോരാതെ നമ്മുടെ കസാൻഡ്രയുടെ ടീമിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന് എക്സ്പെൻസിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പൈറോ, സേബർ ടൂത്ത്, ജഗർനോട്ട്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ. പിന്നെ MCU നമ്മുടെ ഹാപ്പി ഹോഗൻ്റെ ക്യാരക്ടർ നമ്മുടെ ഹാപ്പി ഹോഗനെ മീറ്റ് ചെയ്തിട്ട് വീട് അവഞ്ചേഴ്സിൽ ചേരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിയുടെ ഒരു ക്യാമിയോ. പിന്നെ ലോക്കി സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഹണ്ടർ B-15, അതായത് ഇപ്പോൾ TVയുടെ തലപ്പത്തുള്ളത് പുള്ളിക്കാരത്തി ആയിരിക്കണം. നമ്മുടെ ലോക്കി എന്തായാലും ഇപ്പോൾ മറ്റേ വലയും ചാരട്ടൊക്കെ പിടിച്ചിട്ട് എവിടെയാണല്ലോ ഉള്ളത്. മോർബേസ് ആണെങ്കിൽ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് ലീവ് എടുത്ത് പോയി. ചിലപ്പോൾ മിക്കവാറും നമ്മുടെ B-15 ആയിരിക്കണം ഇപ്പോൾ ടോപ്പിലുള്ളത്. ആക്ച്വലി ഈ ക്യാമിയോസിലൊക്കെ ഓൾറെഡി ഒരുപാട് പേര് വരുന്നൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് വിചാരിക്കാതെ വന്നത് ഓഫ്കോഴ്സ് നമ്മുടെ ബ്ലേഡ് ആയിരിക്കാനാണ് ചാൻസ്. വെറുതെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലൊക്കെ ഓരോ ക്യാമിയോസിനെ കൊണ്ടുവന്ന് വെറുതെ തട്ടിക്കളയാതെ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാർക്കും അത്യാവശ്യം റോളും ഉണ്ടായിരുന്നു ഈ പടത്തിലെ റെസിസ്റ്റൻസ് ടീമിൽ വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും. പിന്നെ നമ്മുടെ ഹ്യൂമൻ ടോർച്ചിനെ മാത്രം കുറച്ച് കോമഡി ആയിട്ട് തട്ടിക്കളഞ്ഞ പോലെ തോന്നിയത്. പിന്നെ ഓഫ്കോഴ്സ് അത് മോന്തേ ഉണ്ടെന്നേ ഉള്ളൂ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അല്ലല്ലോ, ഹ്യൂമൻ ടോർച്ചാണല്ലോ. പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ കോമഡി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിക്കളയണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒട്ടുമിക്ക കുറേ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, അതായത് ഈ പടം ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ക്യാമിയോസൊക്കെ കൊണ്ടുവരുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. ഇപ്പോൾ കോമിക്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അയൺമാൻ്റെ ഒരു കോമിക് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ അയൺമാൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സൂപ്പർ ഹീറോസും വരും. ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്യാപ്റ്റൻ അമേരിക്ക മാത്രമാണ് വരുന്നത്, എല്ലാ ക്യാരക്ടേഴ്സും വരുന്നില്ലേ. അതേപോലെ തന്നെയാണ് കോമിക്സിൽ. ഇപ്പോൾ ഒരു സോളോ ആയിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു കോമിക് ഇറക്കുകയാണെങ്കിൽ പോലും അതിൽ സകല ക്യാരക്ടേഴ്സും വരും. പക്ഷേ പടങ്ങളിൽ അത് പയ്യെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ഈ ഒരു കാരണം കൊണ്ടാണ് DC പച്ച പിടിക്കാത്തത്. ഇപ്പോൾ സൂപ്പർമാൻ്റെ ഒരു പടം എടുക്കുകയാണെങ്കിൽ സൂപ്പർമാൻ മാത്രം ഉണ്ടാവും, പുള്ളിയുടെ ഒരു വില്ലൻ ഉണ്ടാവും അടിച്ച് തോക്കുന്ന പോലെ. വേറെയും കുറേ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നാലേ മെല്ലെ മെല്ലെ കയറി വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ DCയുടെ പുതിയ വരാൻ ഇറങ്ങുന്ന സൂപ്പർമാൻ ലെഗസി എന്ന് പറയുന്ന പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഹോക്ക് ഗേൾ, ഹോക്ക്മാൻ, അൾട്രാമാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ DCയും മെല്ലെ ആ ട്രാക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ പടം തന്നെ ഇപ്പോൾ മാർവൽ ഒരു മിഡ് റീസെറ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതായത് കാരണം ഇനി അങ്ങോട്ട് പടങ്ങളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഇനിയുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.